ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബോഗൺവില്ല പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഒരു മൾട്ടി കളറ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ബോഗൺവില്ലയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നല്ല വെയിലുള്ള സമയത്തൊക്കെ ഒരുപാട് ഫ്ലവറായിട്ട് നമ്മളെ മുറ്റത്തൊക്കെ നിറയെ ഫ്ലവറായിട്ട് ഗാർഡനൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ എന്ന് വെച്ചാൽ ബോഗൺവില്ല പ്ലാന്റ്സുകളൊക്കെ വളരെയധികം ഭംഗിയായിട്ട് ഫ്ലവറായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. നല്ല വെയിലുള്ള സമയത്ത് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൽ നിറയെ ഫ്ലവർ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഒരു മൾട്ടി കളറ് ബോഗൺവില്ലയാണ് കേട്ടോ. ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഞാൻ ചെയ്ത് വെച്ചതല്ല. അപ്പോൾ ഇതേപോലുള്ളൊരു പ്ലാന്റ് നമുക്ക് നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ വേറെ ഒരു പ്ലാന്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്രയും ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. ഒരു 5 കളറ് ഫ്ലവറാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാത്തിലും ഫ്ലവറായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏത് കളറാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതാ ചില്ലി റെഡാണ് കേട്ടോ. നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ചില്ലി റെഡിൻ്റെ ഫ്ലവറിന് വളരെ ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ ഒരൈറ്റം ഇതിൽ ഇതാണ് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് കാണാനുള്ളത് ഇതാ ഒരു വയലറ്റ് കളറിലുള്ള നല്ല മജന്ത കളറിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഉള്ളത്. ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ. പിന്നെ മറ്റൊരു കളറ് പിങ്ക് കളറിലുള്ള മറ്റൊരു ബോഗൺവില്ലയുടെ കളറും ഇതിൽ ഫ്ലവറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കളറാണ് ഇതിൽ തെളിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് മറ്റൊരു കളറാണ് കേട്ടോ. അതേപോലെ തന്നെ യെല്ലോ കളറും ഉണ്ട് കേട്ടോ. ഇങ്ങനെ 5 കളറിലാണ് ഇതിൽ ഫ്ലവർ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാന്റാണ് ഞാനിപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് വീടിൻ്റെ മുന്നിൽ ഇതേപോലുള്ളൊരു ചെടി ഉണ്ടെങ്കിൽ വളരെ ഭംഗിയാണ് കേട്ടോ. നിറയെ ഫ്ലവറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മൾ ചെയ്ത് വെച്ചാലും ആയി കിട്ടും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇതേപോലെ ഇപ്പോൾ നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇതിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് മലേഷ്യൻ ബോഗൺവില്ലയുടെ ഒരു വയലറ്റ് വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഇതൊരു നല്ല മജന്ത കളറുണ്ട്. അങ്ങനെ 5 കളറാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ ഉള്ളത്. ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവരിത് ഇപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു പോട്ടിലാണ് കേട്ടോ അവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ കളറും കൂടെ ഒരു പോട്ടിൽ നിൽക്കുന്നത് കാണാനും വളരെ ഭംഗിയാണ്. അതിനുവേണ്ടി കുറേ ബോട്ട്സുകളൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. പിന്നെ വലിയൊരു പോട്ട് തന്നെ ഇതിന് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ചെടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കഴിയുമെങ്കിൽ ഇതേപോലുള്ളൊരു പ്ലാന്റ് വാങ്ങി വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ കാണാനും. അതേപോലെ തന്നെ എല്ലാ കളേഴ്സും ഇതിലുള്ളത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് തോന്നും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചാണ്, 2 ആഴ്ച ആയിട്ടുണ്ടാകും, അസലിയ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതേപോലെ ഇത് പൂന വെറൈറ്റിയാണ് കേട്ടോ, വൈറ്റ്. ഇത് വലിയ ഫ്ലവറാണ് ഇതിലുണ്ടാവുക. ലീഫ് കാണാതെ പൂക്കുന്ന ഒരു ചെടിയാണ് പൂന വെറൈറ്റി. വൈറ്റ്. അതേപോലെ തന്നെ ഇതൊരു റെഡ് അസലിയ പ്ലാന്റാണ്. ഇതിലും 2-3 ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നിറയെ മുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നും കേട്ടോ. നമുക്ക് രാവിലെ നല്ലൊരു എനർജിയാണ്. നേരത്തെ എഴുന്നേറ്റ് വന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടം തോന്നും. പിന്നെ ഒരു ഡോക്ടറോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിനും വെരിഗേറ്റഡ് ലീഫാണ്. പക്ഷേ ബീട്രൂട്ടിൻ്റെ അതേ കളറാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ. നല്ലൊരു കളറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ബോഗൺവില്ല പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. ഇതിപ്പോൾ അധികം വളർച്ച എത്താത്തൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത്. ഇനി ഇത് ഒരു സ്റ്റെമ്പിലാണ് ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളർന്നു വരുമ്പോഴൊക്കെ നന്നായിട്ട് നിറയെ പൂക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് 4 കമ്പാണ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് മുകളിൽ വെച്ചിട്ടും ഇതേപോലെ 4 കമ്പ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിൽ ഒരൊറ്റ പ്ലാന്റിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് കളേഴ്സായിട്ട് നമുക്കൊരു പ്ലാന്റിൽ നിന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ ഇതേപോലെ അടീനിയത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. എങ്കിലും ഫ്ലവറായി നിന്നത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ 5 കളേഴ്സാണ് ഫ്ലവറായിട്ട് വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് മൊട്ടുകൾ വിരിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ വിരിഞ്ഞ് വന്നാൽ നല്ലൊരു രസമായിരിക്കും കാണാൻ. ഇപ്പോൾ ഈ ഒരു വയലറ്റ് കളറിൽ തന്നെ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ. ഇതും ഒരു മലേഷ്യൻ വെറൈറ്റിയാണ്. അതേപോലെ തന്നെ യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ചില്ലി റെഡ് ഉണ്ട്, വയലറ്റ് ഉണ്ട്, പിന്നെ മജന്ത കളറുണ്ട് കേട്ടോ. അങ്ങനെ 4-5 കളറാണ്. ഇനിയും കുറച്ചും കളേഴ്സ് കൂടെ ഇതിൽ വിരിയാനായിട്ടുണ്ട് കേട്ടോ. വിരിഞ്ഞ് വരുമ്പോഴാണ് ഏത് കളറാണ് ഇനി ഉള്ളതെന്നും കൂടെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയും കളേഴ്സ് ഈ ഒരു പ്ലാന്റിൽ മാത്രമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരുവിധം പ്ലാന്റ്സുകൾക്കൊക്കെ വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ്. എല്ലാ കളേഴ്സും ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്ത് നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പ്ലാന്റ്സുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ. അത് എത്ര തന്നെ റേറ്റ് വന്നാലും നമുക്കിതിൻ്റെ ഒരു ഭംഗി കണ്ടാൽ നമുക്കത് വാങ്ങിക്കാൻ തോന്നും. നമ്മളത് വാങ്ങിച്ചിരിക്കും. അത്രയും ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. പിന്നെ ബൊഗൈൻവില്ല പ്ലാന്റുകളെ കുറിച്ച് പറഞ്ഞാൽ നല്ല ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ അടുത്ത പിന്നെ സമയമാകുമ്പോഴേക്കും നല്ല നിലയിൽ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ് ബൊഗൈൻവില്ല പ്ലാന്റുകൾ. പിന്നെ ഈ ചെടി ഒരു 2 വർഷത്തിൽ ഒരിക്കലൊക്കെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇതിന് വളമായിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രം നമ്മൾ വളമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഒരുപാട് നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ കടലാസ് ചെടി അഥവാ ബൊഗൈൻവില്ല എന്നൊക്കെ പറയുന്ന പ്ലാന്റുകൾ. പിന്നെ ആരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ബൊഗൈൻവില്ല പ്ലാന്റുകൾ. ഇപ്പോൾ ഒരുപാട് പുതിയ വെറൈറ്റീസൊക്കെ വന്നിട്ടുമുണ്ട്. ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.